നമസ്കാരം. PCOS എന്ന് കേട്ടാൽ തന്നെ നമുക്ക് 4 ഭാഗത്തു നിന്നും അഡ്വൈസസും ഒപ്പീനിയൻസും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം പാല് കഴിക്കാൻ പറ്റില്ല, ചോറ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി കുട്ടികളുണ്ടാവും, അങ്ങനെ ഒരുപാട് കൺസേൺസ് ആയിരിക്കും മിക്കവർക്കും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ PCOD ഡയഗ്നോസ് ചെയ്ത ഒരാളാണെങ്കിൽ എന്തായാലും പ്രൊഫഷണൽ അഡ്വൈസ് സീക്ക് ചെയ്ത് ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാനും പിന്നെ വർക്കൗട്ട് റെജിമും സെറ്റ് ചെയ്തിരിക്കണം. ഞാൻ ഡോക്ടർ മുഫീദ KK, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ക്ലിനിക്, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. എന്താണ് PCOS? എല്ലാ മാസവും കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുക. അതായത് നമ്മുടെ ബ്ലഡിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുകയും ആൻഡ്രോജൻ ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോജൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തും ചെസ്റ്റിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും പുറത്തുമൊക്കെ അധികമായി രോമ വളർച്ച കാണപ്പെടുന്നു. ഇതുകൂടാതെ തന്നെ എന്താണ് ഇതിൻ്റെ മെയിൻ കാരണം? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. കൂടാതെ ഇതോടൊപ്പം തന്നെ നമുക്ക് അധികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേഷ്യൽ ഹെയർസ്, ചെസ്റ്റിൽ, ബാക്കിൽ, വയറിൻ്റെ ഭാഗത്തൊക്കെ അധികമായി ഹെയർസ് ഉണ്ടാകുന്നു, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. പിന്നെ പീരിയഡ്സ് ഇറഗുലറായിട്ട്, അതായത് 35 ദിവസത്തിന് മേലേക്കോ അല്ലെങ്കിൽ 2-3 മാസത്തേക്ക് പീരിയഡ്സ് വരാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് വരുന്നുണ്ട്, പക്ഷേ സ്പോട്ടിംഗ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വരുന്ന സമയത്ത് തന്നെ 5 മുതൽ 7 ദിവസത്തിന് കൂടുതൽ പീരിയഡ്സ് ഉണ്ടാകുന്നു, ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ 21 ദിവസത്തിന് ഉള്ളിൽ തന്നെ 2-3 പ്രാവശ്യമായിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്നു. ഇതൊക്കെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് മെഡിസിൻ, രണ്ടാമത്തേത് നമ്മുടെ കറക്റ്റ് ഡയറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം, മൂന്നാമത്തേത് എക്സസൈസാണ്. ഈ 3ഉം കൺസിസ്റ്റൻ്റ് ആയി ചെയ്താൽ മാത്രമേ നമുക്ക് PCOD കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഡയറ്റ് പ്ലാനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹോൾ ഗ്രെയിൻസ് വരുന്നത്. ഹോൾ ഗ്രെയിൻസിൽ എന്തൊക്കെ വരും? അരിഭക്ഷണങ്ങൾ വരുന്നത്, പിന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ തവിട് കളയാത്ത ആട്ട. ഈ അരിഭക്ഷണത്തിൽ നമ്മൾ കേരളീയൻസ് കൂടുതലായിട്ടും വെള്ള ചോറാണ് കഴിക്കുന്നത്, ഇത് വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നത്. അപ്പം അതിന് പകരം അത് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കുത്തരിയുടെയോ അല്ലെങ്കിൽ മട്ട അരി ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വേണ്ടത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ക്രേവിങ്സ് കുറയുന്നു. പോരാത്തതിന് നമുക്കൊരു അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിംഗ് വരും. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡിൽ വരുന്നതാണ് മുട്ട. ദിവസം നമുക്ക് 2 മുട്ടയുടെ വെള്ള വരെ കഴിക്കാം. പിന്നെ ചിക്കൻ, പിന്നെ നമുക്ക് പൾസസ്, അതായത് ധാന്യങ്ങൾ, പരിപ്പ്, പയറ്, കടല, അങ്ങനത്തെ എല്ലാ ധാന്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പോരാത്തതിന് നട്ട്സ് ഒരു നല്ല സോഴ്സാണ്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് നല്ല ഫാറ്റാണ്. അതായത് ചീത്ത ഫാറ്റും ഉണ്ട്, നല്ല ഫാറ്റും ഉണ്ട്. നല്ല ഫാറ്റിൽ ഒരു നല്ല എക്സാമ്പിളാണ് നമുക്ക് അവക്കാഡോ, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബട്ടർ ഫ്രൂട്ട്. ഇതൊരു നല്ല സോഴ്സാണ്. പോരാത്തതിന് നമ്മുടെ ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയും ഒലീവ് ഓയിലൊക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം നമ്മൾ സലാഡിലൊക്കെ നമുക്ക് ഡ്രസ്സിങ് ആയിട്ട്, അതായത് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ്. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യാൻ്റെയും പിന്നെ ഇൻസുലിൻ ലെവൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതിൽ വരുന്നതാണ് ബ്രോക്കോളി, ലെറ്റ്യൂസ്, കുക്കുംബർ, അങ്ങനത്തെ ലീഫി വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. ഇപ്പോൾ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ നീർക്കെട്ടൊക്കെ കുറയാൻ സഹായിക്കുന്ന ഫുഡുകളാണ്. അതിൽ വരുന്നതാണ് ടൊമാറ്റോ, പപ്പായ, ക്യാരറ്റ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈ ആൻറ്റി ഓക്സിഡൻസിൽ പെടും. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, അതായത് ഇപ്പം നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ചിലർ പറയും പാല് കുടിക്കരുത്, ചിലർ പറയും പാല് കഴിക്കണം. ഇപ്പോൾ കുറേ സ്റ്റഡീസിൽ വരുന്നത് PCODക്ക് ഡയറക്റ്റ് ലിങ്ക് ഇല്ല മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സുമായിട്ട്. ഇതിൽ വരുന്നത് നമുക്ക് മിൽക്ക് കഴിക്കാം ഒരു മോഡറേറ്റ് എമൗണ്ടിൽ, കാരണം അതിൽ ഒരുപാട് വൈറ്റമിൻസും കാൽഷ്യവും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. സോ നമുക്ക് മോഡറേറ്റ് അളവിൽ നമുക്ക് മിൽക്ക് കൺസ്യൂം ചെയ്യാം. അതുതന്നെ ലോ ഫാറ്റുള്ള മിൽക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനിയിപ്പോൾ നമുക്ക് ഡയറി പ്രൊഡക്ട്സ് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ആൽമണ്ട് മിൽക്ക് ഉണ്ട്, സോയ മിൽക്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ബട്ടറും ചീസും കംപ്ലീറ്റ്ലി ഒഴിവാക്കണം, കാരണം അത് പ്രോസസ്ഡ് ഫുഡാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഈ പൊരിച്ച കടികൾ, വറുത്തത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഇതിന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറഞ്ഞു, പക്ഷേ ഫ്രൂട്ട്സിൽ തന്നെ നല്ല മധുരമേറിയത്, അതായത് ഇപ്പം സപ്പോസ് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, പിന്നെ പഴം, ഇതൊക്കെ നല്ല ചക്ക, ഇതുപോലെയൊക്കെയുള്ള നല്ല പഴുത്ത അല്ലെങ്കിൽ നല്ല മധുരമുള്ള സാധനങ്ങൾ
കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട വേറൊരു സാധനമാണ് പഞ്ചസാര അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗർ. ഇത് നമ്മുടെ ബ്ലഡിൽ ഭയങ്കരമായിട്ട് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പഞ്ചസാര അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് തേന് അല്ലെങ്കിൽ ഡേറ്റ്സ് കഴിക്കാമെന്ന്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയേ ചെയ്യുള്ളൂ. സോ മധുരത്തിലുള്ള എല്ലാ ഫുഡ്സും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. നെക്സ്റ്റ് വരുന്നതാണ് വർക്കൗട്ട് മിനിമം ഡെയിലി 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതിലാണ് കാര്യം. ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലോവർ ബെല്ലിനെ, അതായത് വയറിൻ്റെ അടിവയറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സസൈസാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കാർഡിയോ ചെയ്യാം, അല്ലെങ്കിൽ പിലാറ്റിസ്, യോഗ, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഉറക്കം. കണ്ടിന്യൂസ് ആയിട്ട് 7 മുതൽ 8 മണിക്കൂർ ഉറക്കം മസ്റ്റാണ്. അതും ഒരേ ടൈമിലായിരിക്കണം. അതായത് നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കണം. അതായത് രാത്രി ഇപ്പം 10 മണിക്ക് കിടന്ന് 7 മണിക്ക് എഴുന്നേൽക്കാനാണ് ഏറ്റവും ഉത്തമം. 7 മണിയുടെ മുന്നേ എഴുന്നേൽക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ പറഞ്ഞു മീൽസ് കഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് PCODയിൽ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ആ ക്രേവിങ്സ് കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ മീൽസ് നമ്മൾ 3 നേരമായിട്ടാണ് കഴിക്കുന്നത്. അത് മാറ്റിയിട്ട് 6 നേരം ചെറിയ മീൽസായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ ഒരു മോർണിംഗിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളമോ ചെറുനാരങ്ങയിട്ട വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി കഴിക്കാം. ഇഡ്ഡലിയുടെ തന്നെ അളവ് കുറയ്ക്കുക. ഇഡ്ഡലിയിൽ നല്ല കാർബ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട്. സോ നമുക്ക് അളവ് കുറച്ചാണ് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ സാമ്പാർ, സാമ്പാറിൽ ഒരുപാട് പച്ചക്കറികൾ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഇടയിൽ ഒരു മിഡ് ഡേ മീൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺഫുൾ അല്ലെങ്കിൽ ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സോ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്ക്, അതായത് മോര്, ഇതൊക്കെ നല്ല ഓപ്ഷൻസാണ്. നെക്സ്റ്റ് വരുന്നത് ലഞ്ചിലാണെങ്കിൽ നമ്മൾ 1/4 പോർഷനെ നമുക്ക് റൈസ് എടുക്കാൻ പറ്റുള്ളൂ. റൈസ് തന്നെ വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്ത് റെഡ് റൈസോ അല്ലെങ്കിൽ ബ്രൗൺ റൈസോ നമ്മൾ കഴിക്കുക. പിന്നെ ഹാഫ് പോർഷൻ വെജിറ്റബിൾസ് ആയിരിക്കണം. ആൻഡ് ബാക്കി വരുന്ന 1/4 പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഈവനിങ് വരുന്ന സ്നാക്സാണ്. സ്നാക്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വറുത്ത കടികളെല്ലാം ഒഴിവാക്കുന്നു. നമുക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഡിന്നറ് കറക്റ്റ് രാത്രി 7:30 മുന്നേ കഴിച്ച് തീർക്കുന്നതാണ് ഉത്തമം. അതും ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. PCOD ഒരു പേടിക്കേണ്ട അസുഖമൊന്നുമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ടും ട്രീറ്റ്മെൻറ്റും ഡയറ്റും കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ്. പിന്നെ ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.